രാഹുൽ പുറത്തേക്കോ എന്നാണ് ചോദ്യം. രാഹുൽ പുറത്തു പോയില്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഏറ്റവും വലിയ പതനം കാണേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനൊരു മൂല്യമുണ്ട്, അതിലിപ്പോഴും അണികൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണിയടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാദം ഇതാണ്: രാഹുലും ഒരു പരിധിവരെ ഷാഫിയും ചേർന്നൊരു സംഘം കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ്. അത് കോൺഗ്രസ് എന്ന കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ കെട്ടിപ്പടുത്ത, കേരളത്തിൽ ഇപ്പോഴും മതേതരത്വത്തിൻ്റെ ഒരു തുരുത്തായി നമ്മൾ കാണുന്ന, ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ സ്വപ്നങ്ങൾക്ക് മേലുള്ള ആണിയായി മാറിയിരിക്കുന്നു. അവരുടെ പ്രസ്ഥാനത്തെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ്, മാഫിയ സംഘം ഹൈജാക്ക് ചെയ്തു എന്ന് സംശയിക്കാവുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് ഞാൻ പറയാം. പ്രേക്ഷകർ, ഇന്ന് നിങ്ങൾ BJPയുടെ നാഷണൽ വെബ്സൈറ്റിൽ വന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഞാൻ വായിക്കാം. കോൺഗ്രസ് അറ്റ് ഇറ്റ് എഗെയിൻ. അനദർ കോൺഗ്രസ് ലീഡർ, കേരള MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാസ് ബീൻ അക്യൂസ്ഡ് ഓഫ് സെക്ഷൽ ബിഹേവിയർ ടുവേഴ്സ് വുമൻ എന്ന അടിക്കുറിപ്പോടുകൂടി BJP ദേശീയ തലത്തിൽ അവരുടെ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത വലിയ പ്രാധാന്യമുള്ള വാർത്തയായി പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, അതിനു നേരെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതാരാണെന്നറിയാമോ? ബീഹാറിൽ ജനാധിപത്യത്തിന് വേണ്ടി ഇപ്പോൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെയാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം. രാഹുൽ ഗാന്ധിയുടെ ചിത്രം വിളിച്ച് വെച്ചിരിക്കുന്ന വാചകം ഇതാണ്: രാഹുൽ ആൻഡ് രാഹുൽ എന്നാണ് തലക്കെട്ട്. ഈ രാഹുലും രാഹുൽ ഗാന്ധിയെയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയുമോ? പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ, പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രിയപ്പെട്ട KC വേണുഗോപാൽ, നമ്മളുടെ രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP ഇത് ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാത്ത കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് സംഭവിച്ചതിൻ്റെ വലിയ പിഴ ഇതിനകം സംഭവിച്ചിരിക്കുന്നു. ദ ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. പ്രജ്വൽ രേവണ്ണയുടെ ചിത്രം വയ്ക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രമല്ല വെച്ചതെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം വയ്ക്കുമ്പോൾ മറുവശത്ത് BJP പ്ലേസ് ചെയ്തിരിക്കുന്ന ചിത്രം രാഹുലിൻ്റെതാണെന്ന് മാത്രമല്ല, രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ട് കൊടുത്താണ് BJP ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈസ് ക്ലോസ് എയ്ഡ്. രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ്. ഇയാൾ രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണോ? ഈ പെർവേർട്ടഡ് സൈക്കോ ക്രിമിനൽ രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് എയ്ഡാണോ? BJPക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ചിത്രമാണ്. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ചിത്രം വെച്ചിരിക്കുക. ഈ വാർത്തയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്ത ഏതൊരാളും ഉത്തരേന്ത്യയിൽ ധരിക്കുന്നത് എന്താ? രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യനായ മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പേരുള്ള ഒരാൾ ഇതാ സ്ത്രീകളോട് ഇൻഡീസെൻ്റായി പെരുമാറിയതിന്, സ്ത്രീകളെ ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ വിമർശനം നേരിടുന്നു എന്നല്ലേ? അതിന് രാഹുൽ ഗാന്ധി എന്തു പിഴച്ചു? ഇതാദ്യത്തെ പിഴവ്. രണ്ടാമത്തെ പിഴവ്, BJPക്ക് മാത്രമല്ല അവസരം ഒരുക്കി കൊടുത്തത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാനുള്ളൊരു അവസരം കൂടി നിങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതാ. അതിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് പതിതനായി, കുറ്റാരോപിതനായി, വെറുക്കപ്പെട്ടവനായി, നാണം കെട്ടവനായി, ഈ പൊതുസമൂഹത്തിൽ അപഹസിക്കപ്പെട്ടവനായി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ ചവിട്ട് ചാടിത്തന്നാൽ എന്ന് സ്വന്തം തന്നെ വിശ്വസിച്ചു വന്ന പെൺകുട്ടിയുടെ, അതും ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിന്നെ കൊലപ്പെടുത്താൻ എത്ര സമയം വേണമെന്നറിയാമോ എന്ന് ഭീഷണിപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് എടുത്തു നോക്കണം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായ അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഇവിടെ പെൺകുട്ടികളെ നിരന്തരം ചൂഷണം ചെയ്ത് ഒരു പ്രിഡേറ്ററെ പോലെ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടിയ ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതൃത്വമേ, നിങ്ങൾ അയാൾ ഇനിയും രാജിവെച്ചില്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഇനി ഞാൻ പറയണോ? BJP കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധിയെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർത്ത് സമീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും, ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ചെയ്ത എല്ലാ വൃത്തികേടുകളുടെയും എല്ലാ നെറികേടുകളുടെയും പ്രതിരോധം രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് അയാൾ പ്രതിരോധം തീർക്കാനും ശ്രമിച്ചതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് ഈ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിച്ചു കൊടുക്കണോ? നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കോൺഗ്രസിലെ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും
ഈ പ്രസ്ഥാനത്തെ ഒരു കൂട്ടം ആളുകൾ ഹൈജാക്ക് ചെയ്തു എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ പ്രേക്ഷകർ വായിക്കണം. 17,000 കമന്റുകളുണ്ട്. ആ കമന്റുകളിലെല്ലാം വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളെ പിന്തുണച്ചുകൊണ്ടുവരുന്ന ചില മറ്റു പെർവേർട്ടുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പെർവേർട്ടുകളുടെ കമന്റുകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ വായിക്കണം. കേരളം എങ്ങനെയാണ് സ്ത്രീ സൗഹൃദമല്ലാതായി മാറുന്നത്, നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമായി മാറുന്നത്, രാഹുൽ ആൺകൂട്ടത്തിലുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ, അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ. ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രേക്ഷകരെ, ഇത് രാഹുലും ഷാഫിയും ഹൈജാക്ക് ചെയ്തോ എന്ന സംശയം വെറുതെ ഉണ്ടാവുന്നതല്ല. ഇവരുടേതായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു PR ഗ്രൂപ്പുണ്ട്. ആ PR ഗ്രൂപ്പ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? കോൺഗ്രസിൻ്റെ വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി എഴുതുകയും ചെയ്യുന്ന നിരവധി വനിതാ പ്രവർത്തകരുണ്ട്. അവരുടെ പേജുകളിൽ പോയി കേട്ടാൽ അറപ്പുളവാകുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെർബൽ റേപ്പ് നടത്തുകയാണ്. ആ വെർബൽ റേപ്പ് നടത്തിയ ഒരാൾ ഷാഫി പറമ്പലിൻ്റെ ക്ലോസ് എയ്ഡാണ്. എനിക്കറിയാം, നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. അതിലൊരാൾ വെർബൽ റേപ്പ് നടത്തുകയാണ്. ഈ വെർബൽ റേപ്പ് നടത്താൻ ഈ പരീക്ഷകൾക്ക് ആരാണ് കേരളത്തിൽ അധികാരവും സ്വാതന്ത്ര്യവും കൊടുക്കുന്നത്? കോൺഗ്രസിനെ നന്മയിലേക്കും കോൺഗ്രസിനെ നേരായ വഴിക്കും നയിക്കണമെന്ന് പറയുകയും കോൺഗ്രസിന് വേണ്ടി നിരന്തരം തൂലിക ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് സഹയാത്രിയെ ഇന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ നമുക്കൊരു പരിഷ്കൃത സമൂഹത്തിൽ പറയാൻ പറ്റില്ല. ഇത് ഇവരുടെ ക്ലോസ് എയ്ഡാണ്. ഇവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ക്രിമിനൽ സിൻഡിക്കേറ്റുകളുടെ പിടിയിലായി പോകും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ആരൊക്കെ എതിർക്കുന്നതെന്ന് നോക്കൂ, ആരെയൊക്കെയാണ് ഇവർ അതിജീവിക്കുന്നതെന്ന് നോക്കൂ. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വ്യക്തമായി പറഞ്ഞില്ലേ, നടപടി ഉണ്ടാവും. ഇന്ന് VD സതീശനെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുമോ ഈ വിഷയത്തിൽ? VD സതീശനെ സമ്മർദ്ദത്തിലാക്കിയില്ലേ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, എത്ര കളങ്കമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് സണ്ണി ജോസഫിൻ്റേത്. പേരാവൂരിൽ നിന്ന് വന്ന ആ മനുഷ്യൻ ഇന്ന് തലയുയർത്തി നടക്കാൻ പറ്റുന്ന സാഹചര്യമാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? ആ മനുഷ്യനെ സമ്മർദ്ദത്തിലാക്കിയില്ലേ? VD സതീശൻ പറയുന്നു രാജി വേണം, സണ്ണി ജോസഫ് പറയുന്നു വ്യക്തിപരമായി രാജി വേണം, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്, ബാക്കി പാർട്ടി തീരുമാനിക്കട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ രമേശ് ചെന്നിത്തല, അദ്ദേഹം അമേരിക്കയിൽ ഇരുന്ന് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഒരു നിമിഷം വൈകാതെ രാജി എഴുതി വാങ്ങണം. ആ മനുഷ്യനറിയാം, ഈ പ്രസ്ഥാനത്തെ വളർത്തിയ മനുഷ്യരുടെ വികാരം ഉൾക്കൊള്ളുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. ഈ പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തിക്കണമെന്ന് കരുതുന്ന പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ് VD സതീശൻ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷ പദവി വന്നതെങ്കിലും ആ കോൺഗ്രസിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമം നടത്തുന്നയാളാണ് സണ്ണി ജോസഫ്. എല്ലാ സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഒന്നടങ്കം ഇറങ്ങി വന്നില്ലേ? ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഉമാ തോമസ് പറഞ്ഞില്ലേ, വിശ്വാസം വരുന്നില്ലേ? ബിന്ദു കൃഷ്ണ പറഞ്ഞില്ലേ, വിശ്വാസം വരുന്നില്ലേ? ഇനി ആരുടെ വാക്കുകളാണ് കേരളത്തിന് കേൾക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേൾക്കേണ്ടത് ഷാഫി പറമ്പിലിൻ്റെയോ അതോ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വെട്ടുകിളികളുടെയോ? അവരാണോ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്? എന്തൊരു ദുര്യോഗമാണ് സാർ ഇത്. കേരളത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഇവിടെയാണ് ആബ്സെൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത്. കോൺഗ്രസിനെ അതിവേഗം ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിന്, ഇന്നലെ ഉയർന്നു വന്നൊരു ക്രിമിനൽ സിൻഡിക്കേറ്റിന് ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? കരുണാകരൻ ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ, AK ആന്റണി ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ? ഈ കോൺഗ്രസിനെ ഈ വഴിക്കാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവർ പറഞ്ഞേ മതിയാകൂ കേട്ടോ. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. എന്തിനാണ് ഷാഫി നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആർ ദേ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് സമൂഹം ചോദിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പങ്കാളിയാണോ എന്ന് സമൂഹം ഷാഫിക്കെതിരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അങ്ങനെ പറയിപ്പിക്കണോ ഇനി വീണ്ടും? ഓരോ ദിവസം ഓരോ നിമിഷം വൈകും തോറും ദുർബലമായ പ്രതിരോധം തീർത്തു വരിക. മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇന്ത്യയിലെ എവിഡൻസ് നിയമത്തിൻ്റെ വകുപ്പുകൾ? ഒരു പെൺകുട്ടി എപ്പോൾ അത് വെളിപ്പെടുത്തണം എന്നുള്ളത് ആ പെൺകുട്ടിയുടെ താല്പര്യമാണ്. ആ പെൺകുട്ടിക്ക് പല കാരണങ്ങളാൽ അത് വെളിപ്പെടുത്താതിരിക്കാം. എന്നാൽ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള എവിഡൻസുകൾ ശേഖരിച്ചു പോകണം. ഇന്ന് അവന്തിക വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാറ്റുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടെലിഗ്രാം ചാറ്റുകളിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എത്ര അറപ്പുളവാക്കുന്ന വാചകങ്ങളാണ്. നിങ്ങളുടെ തന്നെ ശബ്ദത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉത്തരവാദിത്വത്തോടു കൂടി. ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ? ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ, ആ ശബ്ദം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കരുതിയാൽ ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ അതില്ലാത്തിടത്തോളം കാലം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ആ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെങ്കിൽ, അത് ആ പെൺകുട്ടിയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെതാണെങ്കിൽ, അത് ആ പെൺകുട്ടി അനുഭവിച്ച ഒരു ചിത്രം, ഒരു വിഷമത്തിൻ്റെ വേദനയുടെ ചിത്രമായി കേരളം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് ഇനിയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആ പദവിയിലിരിക്കാതെ രാജിവെച്ചൊഴിയണം. അയാൾ ഒഴിയുന്നില്ലെന്ന് മാത്രമല്ല, രാജിവെക്കുന്ന സമയത്ത് പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ആളാണ് അയാൾ പറഞ്ഞെന്താ, എന്നോടാരും പറഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനാവാൻ ശ്രമിച്ചു അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ പാർട്ടിയുടെ പേരിൽ പാർട്ടി വില കൊടുത്ത് അയാൾ സ്വയം ഒരു വിശുദ്ധനാകാൻ ശ്രമിച്ചു. അതാണ് രാജിവെക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? പിന്നീട് പാർട്ടി പ്രസിഡന്റും മറ്റുള്ള നേതാക്കളുമെല്ലാം വെളിപ്പെടുത്തിയില്ലേ, വ്യക്തമാക്കിയില്ലേ? പാർട്ടി ആവശ്യപ്പെട്ടു എന്നുള്ളത്, പാർട്ടി ചർച്ച ചെയ്തു എന്നുള്ളത്, പാർട്ടി എടുത്ത തീരുമാനമാണെന്നുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മറച്ചു വെച്ചില്ലേ? ഇപ്പോൾ ഇത് ഇന്ന് വീണ്ടും ഈ പറയുന്ന ദുർബലമായ പ്രതിരോധം തീർത്ത് വീണ്ടും പാർട്ടിയെയും ഒപ്പം തന്നെ പാർട്ടി അണികളെയും അപഹസിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർമ്മ ഈസ് ബൂമറാങ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും തെളിവുകൾ വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും പല ആളുകളായി പല തെളിവുകൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്നുവരെ അവസാനിക്കുമെന്നാണ്. ഇയാൾ രാജിവെക്കാത്ത പക്ഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ ഈ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. അത് താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടെങ്കിൽ നിങ്ങൾ രാഹുലിനെ പേറിക്കോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പേര് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ദയവ് ചെയ്ത് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് വിലക്കണം. കാരണം ഇന്നത് BJP ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രക്ഷയും ഒരുക്കരുത് കോൺഗ്രസ് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യരായിത്തീരും. ആ കമൻറ്റുകൾ വായിച്ചു നോക്കുമ്പോൾ പ്രേക്ഷകർക്കറിയാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എത്ര അപഹാസ്യനായി തീർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA. അതുകൊണ്ട് രാഹുൽ പുറത്താകും. പക്ഷേ അറിയുന്ന വിവരം അനുസരിച്ച് 1-2 ദിവസത്തിൻ്റെ സാവകാശം കൂടി എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു തീരുമാനം അവിടെ ഉണ്ടാവണം. VD സതീശൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പാടില്ല. പാർട്ടിക്കുള്ളിൽ എല്ലാ നേതാക്കളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ എത്ര വൈകുന്നോ അത്രയും ആ അർബുദം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മഹാർബുദമായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരിടവേള. Meet the editors.